കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാണ് ഈ സബ്മിഷൻ. നാഷണൽ ഹൈവേ 66-ന്റെ നിർമ്മാണവും പഴകിയ പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട് കുടിവെള്ള ചോർച്ചയും പ്രാദേശിക റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരുന്നത് തുടങ്ങിയ ഒട്ടനവധി കാരണങ്ങളാൽ കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ ആഴ്ചകളോളം കുടിവെള്ളം മുടങ്ങുന്ന സ്ഥിതി നിലവിലുണ്ട്. തീരപ്രദേശ മണ്ഡലമായതിനാൽ ഉപ്പുവെള്ളവും ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതും മൂലം മഞ്ഞ കലർന്ന ജലവുമാണ് കിണർ വെള്ളത്തിൽ നിന്ന് പോലും ലഭ്യമാകുന്നത്. ഇതെല്ലാം ഗുരുതരമായ കുടിവെള്ളക്ഷാമത്തിന് രൂക്ഷത വർദ്ധിപ്പിക്കുന്നു. ദീർഘവീക്ഷണത്തിലൂടെ കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരമായി മാറുന്ന അട്ടികഫർക്ക കുടിവെള്ള പദ്ധതിയിൽ പഴകിയ പൈപ്പുകൾ മാറ്റി പുതിയവ ഇടുന്ന പ്രവൃത്തി നടക്കുകയാണ്. എന്നാൽ ഈ പ്രവൃത്തി വളരെ സാവധാനം നടക്കുന്നതുകൊണ്ട് കുടിവെള്ള പൈപ്പ് ഇടുന്നതിനായി വെട്ടിപ്പൊളിച്ച റോഡ് പണി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാതെ കിടക്കുന്ന മൂലം പ്രദേശം മുഴുവൻ പൊടിപടലങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. റോഡരികിൽ താമസിക്കുന്നവരും കച്ചവടക്കാരും യാത്രക്കാരും വിദ്യാർത്ഥികളുമെല്ലാം ഒരുപോലെ ദുരിതത്തിലാണ്. ടാറിങ് ഇളകിയ റോഡിലെ വലിയ കുഴികൾ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കാൽനടക്കാർക്കും വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അനേകം പേർ ഇതിനോടകം തന്നെ വീണ് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ള പ്രതിഷേധ സമരങ്ങളും നിരന്തരമായി ഉണ്ടാകുന്നു. നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി വേഗത്തിലാക്കാനും നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രാദേശിക കുടിവെള്ള പദ്ധതി ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കാനും രാമംകുളം കുടിവെള്ള പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാനും പൈപ്പ് പൊട്ടുമ്പോൾ മറ്റും ക്രിയാത്മകമായി വേഗത്തിൽ പ്രതികരിക്കുന്ന ജീവനക്കാരുടെ ഒരു ഗ്രൂപ്പിനെ സജ്ജമാക്കാനുമുള്ള നടപടിയെടുത്ത് കയ്പമംഗലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി ടൈസൺ മാസ്റ്റർ MLA ഉന്നയിച്ച പ്രശ്നം ആ നിയോജക മണ്ഡലത്തിലെ പൊതുവായിട്ട് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. അത് പരിഹരിക്കുന്നതിന് കൂടിയാണ് ആ വിഷയങ്ങൾ അവിടെ പരിഹരിക്കപ്പെടാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയുള്ള 2 പദ്ധതികളും അത് 2-3 റീച്ചുകളിലായി പൈപ്പ് ലൈൻ മാറുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. അതോടൊപ്പം ഇവിടെ രാമംകുളം ജലവിതരണ പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി തന്നെ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ വിഷയമാണ്. ആ വിഷയങ്ങൾ ഉൾപ്പെടെ വിശദമായ റിപ്പോർട്ടാണ് ഉള്ളത്. ഞാനത് ടേബിൾ ചെയ്യാം. മാത്രമല്ല ഈ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അടിയന്തര ആവശ്യമായി കണക്കാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയും ആവശ്യമെങ്കിൽ MLAയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം.